2011 മാർച്ച് 11 പസഫിക് സമുദ്രത്തിന്റെ അടിത്തട്ടിലുണ്ടായ അതിശക്തമായ ഭൂകമ്പം ജപ്പാന്റെ തീരങ്ങളെ പിടിച്ചുലച്ചു. എന്നാൽ അതൊരു തുടക്കം മാത്രമായിരുന്നു. തൊട്ടുപിന്നാലെ ഏകദേശം 15 മീറ്റർ ഉയരത്തിൽ ആകാശത്തോളം പൊങ്ങിവന്ന സുനാമി ഫുകുഷിമ ഡൈച്ചി ആണവ നിലയത്തിന്റെ മതിലുകൾ തകർത്ത് അകത്തേക്ക് കുതിച്ചു. ആയിരങ്ങൾ മരിച്ചു വീണ ഫുകുഷിമ ദുരന്തത്തിന് പിന്നീട് ലോകം സാക്ഷ്യം വഹിച്ചു. ഇപ്പോഴിതാ 15 വർഷങ്ങൾക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയമായ കാഷിവാസാക്കി കരിവ പ്ലാന്റ് പുനരാരംഭിക്കുകയാണ് ജപ്പാൻ. എന്താണ് ജപ്പാൻ വീണ്ടും ലക്ഷ്യം വെക്കുന്നത്? ജപ്പാനെ മറ്റൊരു ദുരന്തമാണോ കാത്തിരിക്കുന്നത്? ഏകദേശം 400 ഹെക്ടർ വിസ്തൃതിയുള്ള ഈ വിശാലമായ പ്ലാന്റ് ജപ്പാൻ കടലിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. 2011 ഭൂകമ്പ സുനാമി ദുരന്തത്തിന് ശേഷം പ്ലാന്റ് അടച്ചുപൂട്ടിയതായിരുന്നു. ഫുകുഷിമ ഉരുകലിന് ശേഷം രാജ്യത്തെ എല്ലാ ആണവ നിലയങ്ങളും നിർത്തിവെച്ചതിനെ തുടർന്ന് ജപ്പാൻ ഫോസിൽ ഇന്ധന ഇറക്കുമതിയിൽ കൂടുതൽ ആശ്രിതമായി. ഈ പശ്ചാത്തലത്തിൽ ജപ്പാൻ ഇനി ആണവോർജ്ജം തിരിച്ചുപിടിക്കാനും ഊർജ്ജ സുരക്ഷ മെച്ചപ്പെടുത്താനുമുള്ള ശ്രമത്തിലാണ്. 2011 മുൻപ് ജപ്പാന്റെ വൈദ്യുതിയുടെ ഏകദേശം 1/3 ആണവോർജ്ജമായിരുന്നു. നിലവിൽ 11 റിയാക്ടറുകൾ കർശനമായ പുതിയ സുരക്ഷാ നിയമങ്ങൾ പാലിച്ച് വീണ്ടും പ്രവർത്തനത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. കരിവ നിലയത്തിലും വ്യാപകമായ നവീകരണങ്ങൾ നടക്കുന്നുണ്ട്. 15 മീറ്റർ ഉയരമുള്ള സുനാമി പ്രതിരോധ ഭിത്തി, ഉയർന്ന പ്രദേശങ്ങളിലെ പുതുക്കിയ ബാക്കപ്പ് പവർ സിസ്റ്റങ്ങൾ തുടങ്ങിയവ പ്രധാന മാറ്റങ്ങളാണ്. 2050 കാർബൺ ന്യൂട്രൽ രാജ്യമാകാനും കൃത്രിമ ബുദ്ധി, ഡാറ്റാ സെന്റർ ആവശ്യങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ആവശ്യം നിറവേറ്റാനും ജപ്പാൻ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. 2040 രാജ്യത്തെ വൈദ്യുതിയിൽ ആണവോർജ്ജത്തിന്റെ വിഹിതം ഏകദേശം 20% ഉയർത്താനും ഊർജ്ജ പദ്ധതികൾ ശക്തിപ്പെടുത്താനുമാണ് നീക്കം. ജപ്പാനെ അടിപതറിച്ചു കളഞ്ഞ ശക്തമായ ഭൂചലനം, തുടർന്ന് മരണത്തിന്റെ ദൂതുമായി അലറിപ്പാഞ്ഞെത്തിയ വമ്പൻ രാക്ഷസ തിരകൾ, ഇവയെല്ലാം ചേർന്നതായിരുന്നു ഫുകുഷിമ ദുരന്തം. 20,000-ഓളം പേരാണ് അന്നത്തെ സുനാമിയിലും ഭൂകമ്പത്തിലും മരിച്ചത്. 1986-ലുണ്ടായ ചെർണോബിലെ ആണവ ദുരന്തത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി അത് മാറി. ഭൂചലനത്തിന്റെ ഫലമായി കൂറ്റൻ സുനാമി തിരകൾ കടലിൽ ഉയർന്നു പൊങ്ങി. 33 അടി വരെ പൊക്കമുള്ളവയായിരുന്നു ഇവയിൽ ചിലത്. തുടർന്ന് ഇവ മണിക്കൂറിൽ 800 കിലോമീറ്റർ എന്ന വൻ വേഗത്തിൽ പുറപ്പെട്ടു. സെൻഡായി നഗരത്തിൽ വെള്ളപ്പൊക്കം ഇതുമൂലം ഉടലെടുത്തു. അവിടുത്തെ വിമാനത്താവളം കടൽ വെള്ളത്തിൽ മുങ്ങി. കരയുടെ 10 കിലോമീറ്ററോളം ഉള്ളിലേക്ക് തിരകളെത്തി. ഇവ തിരികെ കടലിലേക്ക് വലിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ വെള്ളത്തിനൊപ്പം കടലിലേക്ക് ഒഴുകിപ്പോയി. $1.54 ലക്ഷം പേരെയാണ് ആണവ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒഴിപ്പിക്കേണ്ടി വന്നത്. സുനാമിയെ തുടർന്ന് നിലയത്തിൽ വെള്ളം കയറുകയും വൈദ്യുതി നിലയ്ക്കുകയും ചെയ്തുവെങ്കിലും പ്രതികൂല സാഹചര്യത്തിൽ ജീവൻ പണയം വെച്ച് റിയാക്ടർ തണുപ്പിക്കാൻ ജീവനക്കാർ മുന്നിട്ടിറങ്ങി. ഈ ദൗത്യത്തിനിടെ നിരവധി ജീവനക്കാർക്കാണ് ആണവ വികിരണമേറ്റത്. ഫുകുഷിമ 50 എന്ന് പേരിട്ട് വിശേഷിപ്പിക്കപ്പെട്ട 50 ജീവനക്കാരാണ് അപകടമുണ്ടായ ആണവ നിലയത്തിൽ ദിവസങ്ങളോളം തുടർന്ന് റിയാക്ടർ തണുപ്പിക്കാനുള്ള ദൗത്യത്തിലേർപ്പെട്ടത്. അന്നവർ ആ ദൗത്യത്തിൽ ഏർപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ടോക്കിയോ നഗരത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒരുപക്ഷെ ഒഴിപ്പിക്കേണ്ടി വരുമായിരുന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഫുകുഷിമയിൽ സംഭവിച്ചത് സാധാരണ ഒരു സാങ്കേതിക തകരാറല്ലായിരുന്നു. 4 മുതൽ 6 ദിവസങ്ങൾക്കുള്ളിൽ അന്തരീക്ഷത്തിലേക്ക് വമിപ്പിച്ചത് ഏകദേശം 940 അളവിലുള്ള റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളായിരുന്നു.
അന്താരാഷ്ട്ര ന്യൂക്ലിയർ ആൻഡ് റേഡിയോളജിക്കൽ ഇവന്റ് സ്കെയിലിൽ ഈ സംഭവത്തെ ഏറ്റവും മാരകമായ ലെവൽ 7 ദുരന്തമായാണ് തരംതിരിച്ചത്. ഫുകുഷിമ ദുരന്തത്തിൽ അന്ന് ആ ആണവ വിസ്ഫോടനവുമായി നേരിട്ട് ബന്ധപ്പെട്ട് ആരും മരിച്ചില്ല എന്നതാണ്. റേഡിയേഷൻ രോഗം മൂലം ആരും തൽക്ഷണം വീണില്ല. എന്നാൽ ആ അദൃശ്യ ശത്രുവിനെ ഭയന്ന് 1,00,000-ലധികം ആളുകളെയാണ് ആ പ്രദേശത്ത് നിന്നും ഒഴിപ്പിച്ചത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്വന്തം വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയാത്ത ആയിരങ്ങളുടെ കണ്ണുനീർ ഇന്നും ആ തീരങ്ങളിൽ അവശേഷിക്കുന്നുണ്ട്. ഫുകുഷിമ നൽകിയ പാഠം മറക്കാൻ ജപ്പാൻ ഒരിക്കലും കഴിയില്ല. എന്നാൽ 15 വർഷങ്ങൾക്കിപ്പുറം ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയം പുനരാരംഭിക്കാൻ ജപ്പാൻ ഒരുങ്ങുമ്പോൾ അത് ആശങ്കയോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. പ്രകൃതിയുടെ മുമ്പിൽ മനുഷ്യൻ നിർമ്മിച്ച വൻമതിലുകൾ എത്രമാത്രം നിസ്സാരമാണെന്ന് ഫുകുഷിമ നമ്മെ ഓർമ്മിപ്പിച്ചു. എങ്കിലും ആ ചാരത്തിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനാണ് ജപ്പാന്റെ ശ്രമം. സുരക്ഷയുടെ പുതിയ കവചങ്ങൾ ആ വിനാശകാരിയായ ഊർജത്തെ മെരുക്കാൻ ജപ്പാനെ സഹായിക്കുമോ? അതോ ചരിത്രം വീണ്ടും ആവർത്തിക്കുമോ? കാത്തിരുന്ന് കാണണം.